Ambrane Fitshot Flex 1299 ഞാൻ നമ്മുടെ കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിൽ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. എന്നാൽ ഞാൻ വാങ്ങിച്ച് അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഇതിന്റെ വില അങ്ങോട്ട് 999 മാറിയിട്ടുണ്ടായിരുന്നു. കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലെക്സ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ ഇല്ലെന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 999 അതല്ല 1299 ഇനി അതല്ല ഇതിന്റെ നോർമൽ റേറ്റ് ആയ 1799 ആണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് ആംബ്രെയിൻ്റെ ലോഗോയും കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും ഫ്ലെക്സ് ഫാഷൻ മീറ്റ്സ് ഫംഗ്ഷൻ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടത് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. ഇനി പറയിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ മെയ് 2022 മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 3799 ഞാൻ നേരത്തെ പറഞ്ഞാണ് ആക്ച്വലി ഇതിന്റെ വില എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഇതല്ലാണ്ട് നമുക്കൊരു പിങ്ക് കളറിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. മറ്റുള്ള ഏതെങ്കിലും കളർ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ എന്തായാലും ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ആംബ്രെയിൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആക്ച്വലി എനിക്കറിയത്തില്ല എന്തുമാത്രം ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വീണ്ടും അവർ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല പെർഫെക്റ്റ് പാക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു ലെയർ അങ്ങ് മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ യൂസർ മാനുവൽ കിട്ടാൻ വേണ്ടി ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനാണ് പറയുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ സംഭവം ഇല്ല കേട്ടോ. എന്തായാലും വാച്ചിന്റെ കൂടെ നമുക്ക് ആകെ ഒരു 2-pin മാഗ്നറ്റിക് കേബിൾ മാത്രമാണ് കിട്ടുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിറ്റ്ഷോട്ട് ഫ്ലെക്സ്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലാസിക് ക്യൂബ് ഡയൽ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. അതുപോലെ തന്നെ ഔട്ടർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് സിങ്ക് അലോയ് കൊണ്ടാണ്. സോ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ അറിയാണ്ട് തട്ടിയാൽ പോലും പെട്ടെന്ന് അങ്ങോട്ട് ഡാമേജ് ആകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. വലതുവശത്തൊരു ക്രൗൺ ഉണ്ട്, അതിങ്ങനെ കറക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അങ്ങനെ കറക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടോ എന്ന് പ്രോഡക്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റുള്ളൂ. നോർമലി എല്ലാ പ്രോഡക്റ്റുകളിലും ഉള്ള പോലെ തന്നെ ടാപ്പിംഗ് ഓപ്ഷൻ ഉറപ്പായിട്ടും ഉണ്ട്. പറയിൽ നോക്കുവാണെങ്കിൽ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും ചാർജിങ് പോയിന്റും കാണാം. കൂടാതെ സ്ട്രാപ്പുകളിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പ് തന്നെയാണ്. 20mm ആണ് സൈസ് എന്ന് തോന്നുന്നു. കൂടാതെ ബക്കിൾ എന്ന് പറയുന്നത് മെറ്റൽ ബോഡിയാണ്. ആംബ്രെയിൻ്റെ ലോഗോയൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നിങ്ങളിതൊരു 1299 അല്ലെങ്കിൽ 999 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വർത്ത് ബൈയിങ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വെറും 37.3 ഗ്രാംസ് മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വെയിറ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലും അങ്ങനെ വലിയ ഒരു ഹെവി ഫീൽ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇനി വാച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ടപ്പ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ആംബ്രെയിൻ്റെ ലോഗോ അവിടെ വന്നിട്ടുണ്ട്. കൂട്ടപ്പായി വരുമ്പോൾ തന്നെ കണ്ടോ നേരെ അങ്ങോട്ട് വാച്ച് ഫേസിലേക്ക് പോവാണ്. നമ്മൾ റീസെന്റ് ആയിട്ട് അൺബോക്സ് ചെയ്ത ബോൾട്ട് ടാഗ് ഡിഫൈ ഇപ്പോൾ ആംബ്രെയിനും എല്ലാം തന്നെ നമ്മളെ കൊണ്ട് അങ്ങോട്ട് ആപ്പ് ഫോഴ്സ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നില്ല. ഡിസോ അല്ലെങ്കിൽ റിയൽമി അതല്ലെങ്കിൽ നോയ്സ് പോലെ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിലും നമുക്ക് വാച്ച് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ കറണ്ട് ടൈമും ഡേറ്റും ഒക്കെ ഇതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൊബൈലുമായിട്ട് സിങ്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. എന്തായാലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ 1.69 ഇഞ്ച് IPS LCD ലൂസിഡ് ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. കൂടാതെ 2.5D OGS കർവ്ഡ് ഗ്ലാസ് സ്ക്രീൻ ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് പാണ്ട ഗ്ലാസോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കണ്ട 2.5D കർവ്ഡ് ഗ്ലാസ് ആണ്. നമുക്ക് നല്ല രീതിക്ക് ആ ഒരു കർവ്നെസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്ക്രാച്ച് റെസിസ്റ്റന്റ് പാണ്ട ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാനൊക്കെ ചാൻസസ് വളരെ കുറവാണ്. ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 240x240 പിക്സൽസ് ആണ്. എന്തായാലും വാച്ചിന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ DA ഫിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു വാച്ചുമായിട്ട് സിങ്ക് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടു ആഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കുള്ള ഇന്റർഫേസ് ഇതാണ്. അതിൽ ടു ആഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുവാണ്. കണ്ടോ ഫിറ്റ്ഷോട്ട് ഫ്ലെക്സ് അവിടെ വന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു. നമ്മുടെ വാച്ച് കണ്ടോ മൊബൈൽ ഫോണുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ യൂസർ ഇന്റർഫേസിലേക്ക് വരുവാണെങ്കിൽ ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 4 വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അറ്റ് എ ടൈം നമുക്ക് 5 എണ്ണം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 130 പരം വാച്ച് ഫേസസ് നമ്മുടെ ആ ഒരു ഫിറ്റ് ആപ്പിൽ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ അങ്ങോട്ട് പരിചയപ്പെടുത്തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും ബാറ്ററി ലെവലും കാണിക്കുന്നുണ്ട്. ഫൈൻ ഫോൺ, വൈബ്രേഷൻ ഓൺ ഓഫ്, ഫ്ലാഷ്, തിയേറ്റർ മോഡ്, വെതർ, സെറ്റിംഗ്സ്, ബ്രൈറ്റ്നസ് ഞാൻ ആക്ച്വലി ഇപ്പോൾ 100% ഇട്ടുന്ന ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഒരു 20 to 40% ആണ് സേഫ് എന്ന് പറയുന്നത്, ബാറ്ററി അങ്ങോട്ട് കൂടുതൽ കിട്ടാനായിട്ട്. പിന്നെ ഈ ഒരു തിയേറ്റർ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ വൈബ്രേഷൻ ഓഫ് ആവും. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് അങ്ങോട്ട് കണ്ടാൽ കുറച്ചങ്ങോട്ട് ഡൗൺ ആവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഓൺ ആക്കുകയാണെങ്കിലും ചെയ്യാം, ഓഫ് ആക്കുകയാണെങ്കിലും ചെയ്യാം. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. കൂടാതെ വലതുനിന്ന് ഇടത്തേക്ക് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ സ്പോർട്സ്, സ്ലീപ്പ്, HR മോണിറ്റർ, എക്സസൈസ്, വെതർ,
കളർ, ഷട്ടർ, അതുപോലെ തന്നെ മ്യൂസിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇടതുനിന്ന് വലത്തേക്ക് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മെയിൻ മെനു എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്നത് സ്പോർട്സ് ആണ്. അതിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ 24 അവേഴ്സിനുള്ളിൽ. കൂടാതെ സ്ലീപ്പ് നമുക്ക് കാണാം, മെഷർ, നമുക്ക് HR മോണിറ്റർ ചെയ്യാം, അതുപോലെ തന്നെ എക്സസൈസ്. ഇതിനകത്ത് നമുക്ക് 8 എക്സസൈസ് ആണ് ഉള്ളത്. നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ കണ്ടോ, വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, ബാഡ്മിന്റൺ, മൗണ്ടനറിംഗ്, യോഗ, സിറ്റപ്സ്. ആകെ 8 എണ്ണം മാത്രമേ ഉള്ളൂ. എന്നാലും ഇത് ബേസിക് ആണ്, നമ്മൾ പൊതുവെ ഇതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇനി നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് ഇതിനകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഒരു വാച്ച് വാങ്ങിക്കാണ്ടിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കൂടാതെ നമുക്ക് BP ചെക്ക് ചെയ്യാൻ പറ്റും, SpO2 ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. വെതർ കാണാം, ഷട്ടർ കാണാം, പ്ലെയർ, ബ്രെത്ത്. ഈ ബ്രെത്ത് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇതൊന്ന് ബ്രെത്ത് ഇവർ ഇൻസ്ട്രക്ഷൻ പറയും കേട്ടോ, ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവർ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ പറയും. നല്ല ഡീപ്പ് ബ്രെത്ത് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ട്രെസ് അങ്ങോട്ട് പോകുന്നതാണ്. കൂടാതെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, അലാം ഉണ്ട്, കൗണ്ട് ഡൗൺ, ഫ്ലാഷ് ലൈറ്റ്, സെറ്റിംഗ്സ് പോകുന്ന ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ലിസ്റ്റ് വ്യൂ ആണ്. ലിസ്റ്റ് വ്യൂ നമുക്ക് ഗ്രിഡിലേക്ക് മാറ്റാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഗ്രിഡ് മാറ്റി കഴിഞ്ഞാൽ ദേ ഇപ്പൊ കാണാം, കണ്ട ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ്. കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ ഐ വാച്ച് പോലെ നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നേരെ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്തിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് മെയിൻ മെനു അങ്ങോട്ട് ലിസ്റ്റിലേക്ക് മാറ്റാനേ ഉള്ളൂ. കൂടാതെ ബ്രൈറ്റ്നസ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ വൈബ്രേഷൻ നമുക്ക് ഓണും ഓഫും ഒക്കെ ഇവിടെ വന്നിട്ട് ചെയ്യാം. കൂടാതെ തിയേറ്റർ മോഡ് ഇവിടെ ഓൺ ആക്കാം, റീസെറ്റ് ചെയ്യാം, പവർ ഓഫ് ചെയ്യാം, എബൌട്ട്, അതുപോലെ തന്നെ ആപ്പ്, QR. കൂടാതെ അവസാനമായിട്ട് BIS ലേബലിംഗ് നമുക്ക് കാണാൻ പറ്റും. അതായത് BIS ആണ്. കൂടാതെ ഏറ്റവും അവസാനമായിട്ട് BIS ലേബലിംഗ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഈ ഒരു UAയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും UA ഓവറോൾ അത്യാവശ്യം നല്ലത് തന്നെയാണ്. കൂടാതെ ഡിസ്പ്ലേ ഒക്കെ തന്നെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് 999 അല്ലെങ്കിൽ 1299 രൂപയ്ക്കാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നെങ്കിൽ വർത്ത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ ഒരു കാര്യത്തിൽ. ഇനി നമ്മുടെ സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം HR മോണിറ്റർ ഞാൻ ബോർഡിൽ വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് പ്ലീസ് വെയർ ഗുഡ് ആൻഡ് ട്രൈ അഗൈൻ എന്ന്. അതായത് ഈ ഒരു വാച്ച് എന്തായാലും ബോർഡിൽ വെച്ച് കഴിഞ്ഞാലും അങ്ങനെ അങ്ങോട്ട് മെഷർ കാണിക്കത്തില്ല. കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇതിലങ്ങോട്ട് ആ ഒരു മെഷർമെന്റ്സ് കാണിക്കത്തുള്ളൂ. ഞാൻ എന്തായാലും ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. 66 വന്ന് നിന്നിട്ടില്ല, 65 ആയിട്ടുണ്ട്. മെഷറിംഗ് ആണ്. 66ലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. 66 വന്ന് നിന്നിപ്പുണ്ട് HR. ഇനി അടുത്തത് BP നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 113 ഹൈ BP, ലോ BP എന്ന് പറയുന്നത് 77 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. കൂടാതെ SpO2 നോക്കുവാണെങ്കിൽ 97ലേക്ക് വന്ന് നിന്നിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു മെഷീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അതും ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കൂടാതെ നിങ്ങൾ ഇതൊക്കെ തന്നെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ഇക്വിപ്മെന്റ്സ് തന്നെ യൂസ് ചെയ്യുക. ഇനി ഡാഫിറ്റ് ആപ്പിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കുള്ള ഇന്റർഫേസ് ഇതാണ്. കുറച്ച് ഹിസ്റ്ററീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. കൂടാതെ രണ്ടാമത്തെ ടാബിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് കണ്ടോ വാച്ച് കണക്റ്റഡ് ആണെന്നും കൂടാതെ എത്ര പെർസെന്റേജ് ബാറ്ററി ഉണ്ടെന്നും ബാറ്ററി ലെവലും ഒക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ വാച്ച് ഫേസസിലേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 130 പരം വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന ഈ ഒരു 5 വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സംഭവത്തിലുള്ളതാണ്, അതായത് വാച്ചിലുള്ളതാണ്. നിങ്ങൾക്ക് 130 പരം വേണമെങ്കിൽ മോർ വാച്ച് ഫേസസിലേക്ക് പോവുകയാണെങ്കിൽ ക്ലൗഡ് വാച്ച് ഫേസസ് ആണ്, നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ലോഡായി വരണം. ആക്ച്വലി കണ്ട കുറേ അധികം കോഡ് നമ്പർ വെച്ചിട്ട് ആക്ച്വലി നമുക്കിവിടെ വാച്ച് ഫേസസ് കാണാം. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് അങ്ങോട്ട് എടുക്കാന്നേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ 130 ആണോ ഇങ്ങനെ സ്ക്രോൾ അപ്പ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എന്തായാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ വേണമെങ്കിൽ ഈ ഒരു വാച്ച് ഫേസ് 5 കണ്ട അതിൽ എഡിറ്റ് ഉണ്ട്. സെലക്ട് പിക്ചർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു ഇഷ്ടമുള്ള ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരാം. കൂടാതെ ടൈം പൊസിഷൻ, എബൌട്ട് ടൈം, ബിലോ ടൈം ഏതാണെങ്കിലും കൊടുക്കാം. കൂടാതെ ഫോൺ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാച്ച് ഫേസ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരുന്നതാണ്. ഇനി നോട്ടിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓഫാണ്. നിങ്ങൾക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വേണമെന്നുള്ളത് ഇവിടെ വന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോൺ ഞാൻ കൊടുക്കുകയാണെങ്കിൽ കോൾ വരുമ്പോഴത്തേക്ക് അത് അതിൽ കാണിക്കും. അതുപോലെ തന്നെ മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അത് കാണിക്കും. വാട്സപ്പ് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കാണിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതിൽ കാണിക്കുന്നതിൽ കൂടുതലായിട്ട് ഏതെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു അതറിൽ അങ്ങോട്ട് പോയി ഓണായി കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് അങ്ങോട്ട് വരുന്നതാണ്. ഇനി അലാംസ് ഉണ്ട്, അതുപോലെ തന്നെ ഷട്ടർ ഉണ്ട്. അതറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ഡിവൈസ്, ടൈം ഫോർമാറ്റ്, യൂണിറ്റ് സിസ്റ്റം, ഡു നോട്ട് ഡിസ്റ്റർബ്, റിമൈൻഡേഴ്സ് ടു മൂവ്, കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ, കൺട്രോൾ ഫോൺ, മ്യൂസിക്, അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ അലോ ചെയ്യുക. വായിച്ച് നോക്കുമ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ മനസ്സിലാകുന്നതാണ്. സോ കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞ് സമയം കളയുന്നില്ല. അതുപോലെ തന്നെ അപ്ഗ്രേഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഫേംവെയർ അപ്ഡേറ്റ് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റും.
പറ്റുന്നതാണ്. ഇനി പ്രൊഫൈലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ ഫിറ്റ് ആപ്പുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡാഫിറ്റ് ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് പോയാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസസ് ഇല്ല. ഇനി ബാറ്ററി ലൈഫിലേക്ക് വരുവാണെങ്കിൽ 200 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ്. കൂടാതെ 3 മണിക്കൂർ വേണം 100% ചാർജ് ആകാനായിട്ട്. നമ്മൾ എപ്പോഴും ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പവർ അഡാപ്റ്റർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, പവർ ബാങ്ക്, കമ്പ്യൂട്ടർ ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഇത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു വർഷം നമുക്ക് ഇതിന് വാറന്റി ഉണ്ടെങ്കിലും ഹൈ വോൾട്ടേജ് കയറിയിട്ട് അടിച്ച് പോയിട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഈ ഒരു ആംബ്രെയിൻ ഫിറ്റ്ഷോട്ട് ഫ്ലെക്സിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1799 രൂപ അല്ലെങ്കിൽ 999 നമുക്ക് ഇത് വർത്ത് ബൈങ് ആകുമോ ഇല്ലെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ ഒരു ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ആ ഒരു ടച്ച് സെൻസിറ്റീവ് ആണെങ്കിൽ പോലും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് 1799 അല്ലെങ്കിൽ 999 വർത്ത് ബൈങ് ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ 2000-3000 രൂപയുടെ വാച്ച് വെച്ചിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഡ്രോബാക്കുകൾ പലതും തോന്നും. എന്നാൽ നിങ്ങൾ ആ വാങ്ങിച്ച വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ഞാൻ വീണ്ടും പറയേണ്ടതാണ് ആ ഒരു ടച്ചിന്റെ സെൻസിറ്റീവ് ആണെങ്കിൽ പോലും എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ കുറെ കൂടുതൽ ചോദിക്കുന്നതാണ് ടാഗിന്റെ സ്പേസ് പ്രോ ആണോ അതല്ല ഈ ഒരു ഫിറ്റ്ഷോട്ട് ഫ്ലെക്സ് ആണോ ബെറ്റർ എന്നുള്ളത്. ഞാൻ രണ്ടും ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാഗിന്റെ സ്പേസ് പ്രോയ്ക്കുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അതായത് നമുക്ക് ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എവിടെയാണ് ബിൽഡ് ക്വാളിറ്റി എന്നുള്ളത് രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇതിനകത്ത് അലോയ് സിങ്ക് ആണ്, മറ്റേതിനകത്ത് വന്നപ്പോഴത്തേക്ക് എന്താണ് മെറ്റൽ ബോഡി ആണെന്ന് തോന്നുന്നു. ഏതായാലും ബിൽഡ് ക്വാളിറ്റി വൈസ് പെർഫെക്റ്റ് ആണ്. പക്ഷേ നമുക്ക് കുറച്ച് ആ ഒരു ലൈറ്റ് വെയിറ്റ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഈ ഒരു ആംബ്രെയിൻ ഫ്ലെക്സിലാണ്. കൂടാതെ ആ ഒരു ടച്ച് സെൻസിറ്റിവിറ്റി പക്ഷേ അതിൽ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ഒരു ടാഗിന്റെ സ്പേസ് പ്രോയിലാണ് കേട്ടോ. ഇവിടത്തേക്ക് അപേക്ഷിച്ച് എന്നാൽ പോലും ഡിസ്പ്ലേയുടെ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാഗിന്റെ കമ്പനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിലേക്ക് പോവുക, ആംബ്രെയിൻ ഇഷ്ടമുണ്ടെങ്കിൽ ആംബ്രെയിനിലേക്ക് പോവുക. അല്ലാണ്ട് ഇതിൽ രണ്ടും അങ്ങനെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാനായിട്ട് ഒന്നുമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ആംബ്രെയിൻ ഫിറ്റ്ഷോട്ട് ഫ്ലെക്സിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.